നമസ്കാരം. ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒരു മാസം എത്തും മുമ്പേ UDF സർക്കാരുമായി ബന്ധപ്പെട്ട നിയമനങ്ങളിൽ രണ്ടാമത്തെ രാജി. പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി നിയമിക്കപ്പെട്ട KB പ്രദീപ് രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെ അഭിഭാഷകനായിരുന്നു പ്രദീപ്. ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡിന്റെ ലീഡറായി നിയമിച്ചതിൽ വിവാദം ഉയർന്നിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിന്റെ അന്വേഷണത്തെ പ്രദീപിന്റെ നിയമനം ബാധിക്കുമെന്ന് SITയും ആശങ്ക അറിയിച്ചിരുന്നു. കൂടാതെ പ്രതിപക്ഷവും പ്രദീപിന്റെ നിയമനത്തിനെതിരെ ശക്തമായ പ്രതിഷേധവും വിമർശനവും ഉന്നയിച്ചു. ഇതേ തുടർന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. നേരത്തെ വൈദ്യുത മന്ത്രി സണ്ണി തോമസിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയായി ഭാര്യ സഹോദരൻ ബെന്നി തോമസിനെ നിയമിച്ചത് വിവാദമായിരുന്നു. ഇത് ബന്ധു നിയമനമാണെന്ന ആരോപണം ഉയർന്നു. എന്നാൽ ബന്ധുവെന്ന നിലയിലല്ല DCC ജനറൽ സെക്രട്ടറിയാണ് ബെന്നി എന്ന് ചൂണ്ടിക്കാട്ടിയെങ്കിലും വിവാദം ഒഴിവാക്കാൻ അദ്ദേഹം രാജിവെച്ചു. ശത്രു രാജ്യങ്ങളുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള ആധുനിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചത്തിന്റെ രണ്ടാം ഘട്ട പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ. ഇതോടെ ഇത്തരം ആധുനിക പ്രതിരോധ സംവിധാനമുള്ള ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു. ജൂൺ 10, 11 തീയതികളിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങൾ നടത്തിയത്. അന്തരീക്ഷത്തിനുള്ളിലും പുറത്തും വെച്ച് ശത്രു മിസൈലുകളെ തടയാൻ ശേഷിയുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഈ പരീക്ഷണത്തിൽ പ്രയോഗിച്ചത്. പരീക്ഷണത്തിൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾ അവയുടെ ലക്ഷ്യങ്ങൾ വിജയകരമായി തകർത്തു. ശബരിമല സ്വർണ്ണപ്പാളി കൈമാറ്റ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ ബോർഡംഗം അജികുമാറിനും SIT നോട്ടീസ്. അടുത്ത ആഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി കടത്തിയതിലാണ് അന്വേഷണം. നിപ്പ രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിപ്പയെ വേണ്ട ഗൗരവത്തോടെ കാണുന്നില്ലെന്നും വളരെ ശോചനീയമായ നിലയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സർക്കാർ ആരോഗ്യവകുപ്പ് ഏകോപനമില്ല, ആരോഗ്യമന്ത്രിയുടെ ജാഗ്രതയോടുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനു നേരെ വധഭീഷണി മുഴക്കിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആറ്റിങ്ങൽ സ്വദേശിയാണ് പിടിയിലായത്. ഇയാൾ മദ്യലഹരിയിലാണ് ഭീഷണി മുഴക്കിയതെന്നും മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്നും സംശയിക്കുന്നു. സിറ്റി പോലീസ് കൺട്രോൾ റൂമിൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇയാൾ ഫോൺ വിളിച്ച് ഭീഷണി മുഴക്കിയത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വധിക്കുമെന്നും അതിലൂടെ താൻ പ്രശസ്തനാകുമെന്നുമാണ് ഫോൺ വിളിച്ചയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത്. അറസ്റ്റ് ചെയ്തെങ്കിലും ഇയാൾക്കെതിരെ ഗുരുതര വകുപ്പ് ചുമത്താതെ വിട്ടയക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നിർദ്ദേശം നൽകി. FIFA 2026 ലോകകപ്പിലെ ബ്രസീലിന്റെ ആദ്യ പോരാട്ടത്തിൽ സൂപ്പർ താരം നെയ്മർ കളിക്കില്ല. പരിക്കിനെ തുടർന്നാണ് നെയ്മർ മത്സരത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നതെന്ന് പരിശീലകൻ ആഞ്ചലോട്ടി വ്യക്തമാക്കി. കഴിഞ്ഞ മാസം പരിശീലനത്തിനിടെ ഉണ്ടായ പരിക്കിനെ തുടർന്ന് നെയ്മർ വിശ്രമത്തിലായിരുന്നു. എന്നാൽ മൊറോക്കോയ്ക്കെതിരെ മത്സരിക്കാൻ ടീമിന്റെ പ്രധാന താരം ഇറങ്ങുന്നില്ല എന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തി. നെയ്മർ ഇല്ലെങ്കിലും ടീം മികച്ച രീതിയിൽ എതിരാളികളെ നേരിടുമെന്നാണ് പരിശീലകന്റെ പ്രതികരണം. അതേസമയം FIFA ലോകകപ്പ് ഗ്രൂപ്പ് ബിയിലെ ആവേശകരമായ ആദ്യ മത്സരത്തിൽ ബോസ്നിയയ്ക്കെതിരെ സമനില പിടിച്ച് ആതിഥേയരായ കാനഡ. ഒപ്പത്തിനൊപ്പം പോരാടിയ മത്സരത്തിൽ പകരക്കാരനായി ഇറങ്ങി മിനിറ്റുകൾക്കകം ഗോൾ നേടിയ സൈലൽ ലാറനാണ് കാനഡയുടെ രക്ഷകനായത്. മത്സരത്തിന്റെ 21-ാം മിനിറ്റിൽ ജോവോ ലൂക്കിച്ചിന്റെ ഗോളിലൂടെ ബോസ്നിയയാണ് ആദ്യം മുന്നിലെത്തിയത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഡിയിലെ ആദ്യ മത്സരത്തിൽ പരാഗ്വയെ തകർത്ത USA 1-4 ഗോളുകൾക്കാണ് ആതിഥേയരുടെ ജയം. ഫോലറിൻ ബലോഗോണിന്റെ ഇരട്ട ഗോളും ജിയോവാനി റെയ്നയുടെ നിർണായക ഗോളുമാണ് USAക്ക് ജയം സമ്മാനിച്ചത്. മത്സരത്തിലുടനീളം USAയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ് ദൃശ്യമായത്. ചികിത്സാ പിഴവിൽ കൈനഷ്ടപ്പെട്ട വിനോദിനിക്ക് സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം 4 മാസം മുടങ്ങിയ സംഭവത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ടു. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ സ്പോൺസർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിനോദിനിക്ക് ധനസഹായം നൽകിയിരുന്നതെന്നാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചത്. കേന്ദ്ര സർക്കാർ നൽകുന്ന പണം ഉൾപ്പെടെയാണ് പദ്ധതിക്ക് വിനിയോഗിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷമായതോടെ ഫണ്ട് മുടങ്ങി. ലഭ്യമായ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ച് കുടിശ്ശിക ഉടൻ തീർക്കുമെന്ന് വകുപ്പ് ഡയറക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നിട്ട് 2 ആഴ്ച പിന്നിട്ടെങ്കിലും ചില സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം വിതരണം ഇനിയും പൂർത്തിയായില്ല. യൂണിഫോമിനുള്ള തുണി ലഭിക്കുന്നതിലും തയ്യൽ നടപടി പൂർത്തിയാക്കുന്നതിലുമുള്ള കാലതാമസമാണ് പ്രധാന കാരണമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യയിലെ ഇറാൻ എംബസി. ഇന്ത്യൻ നാവികർ ഉണ്ടായിരുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ട്രംപിന്റെ ശ്രമമെന്ന് ഇറാൻ എംബസി വിമർശിച്ചു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഇറാനെതിരെ ആരോപണവുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നത്. ഇറാൻ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം. US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ വാദം. ലാൻഡ് ചെയ്തതിന് പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനത്തിന് തീപിടിച്ചു. ആസാമിലെ ജോർഹട്ടിലാണ് വ്യോമസേന വിമാനത്തിന് തീപിടിച്ചത്. AN-32 ട്രാൻസ്പോർട്ട് വിമാനത്തിനാണ് തീപിടിച്ചത്. ലാൻഡിങ്ങിന് ശേഷം നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ജോർഹട്ടിലെ റൺവേക്ക് സമീപത്തെ തുറന്നിടത്തേക്കാണ് തകർന്നു വീണത്. പൈലറ്റിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിലവിൽ ലഭ്യമായിട്ടില്ല. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നമസ്കാരം.
സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.